ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നോക്കാം ഈ ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന്. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, ഒരു 10 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചത് ചേർക്കാം. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാളയുടെ നിറം ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് മസാല നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കിലോ ചിക്കൻ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചിക്കനും കൂടെ ഇട്ട് മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം വഴറ്റിയെടുക്കണം ഈ മിക്സിനകത്ത് കിടന്ന്. 5 മിനിറ്റ് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതി ഭാഗത്തോളം നീര് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് ചിക്കൻ നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ചിക്കൻ ഒരു പകുതിയോളം വെന്തിട്ടുള്ളൂ. പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ഒരു 2 മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി 10 മിനിറ്റ് ഒന്നും വെയിറ്റ് ചെയ്യരുത്. 2 മിനിറ്റ് ഇടവിട്ട് അങ്ങനെ ഒരു 10 മിനിറ്റോളം പിന്നെയും വേവിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ചിക്കൻ റോസ്റ്റ് ചപ്പാത്തി, അപ്പം, കപ്പ പുഴുക്ക് എന്നിവയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.